ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. ഇറ്റ്സ് മീ ആദർശ്. മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് പ്രധാനപ്പെട്ട ചാപ്റ്ററുകളായിട്ടുള്ള ബൈനോമിയൽ തിയറത്തിലെയും അതുപോലെ തന്നെ ലീനിയർ ഇനിക്വാലിറ്റീസിലെയും ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു തന്നെ ഇരിക്കുക. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് അടിപൊളിയായിട്ട് പഠിക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് Xylem എൻഡ് ഗെയിം എന്നൊരു ബാച്ച് കൂടെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ജനുവരി 1-ാം തീയതി നമ്മൾ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാം, +1ലെയും +2ലെയും മാർക്സ് ക്യുമുലേറ്റീവ് ആയിട്ടാണ് എടുക്കുക. അതായത് +1ലെ മാർക്കും ഇമ്പോർട്ടൻ്റ് ആണ്, +2ൽ മാത്രം മാർക്ക് വാങ്ങിയാൽ പോരാ. സോ +1ൽ ഫുൾ മാർക്ക് തന്നെ നിങ്ങൾക്ക് നേടിത്തരാനായിട്ട് ഫസ്റ്റ് ചാപ്റ്റർ മുതൽ Xylem വീണ്ടും പഠിപ്പിച്ചു തരുന്ന രീതിയിലാണ് നമ്മുടെ ബാച്ച് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അക്കാഡമിക്സ് അത്രയും ഗംഭീരമായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങളെല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, Xylemത്തിൻ്റെ അഗ്നി എൻഡ് ഗെയിം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഗംഭീരമായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. x² + 3/x. ശ്രദ്ധിക്കുക മക്കളെ, ഇതിൻ്റെ എക്സ്പാൻഷനാണ് എഴുതേണ്ടത്. x² + 3/x ഹോൾ റേസ് ടു എത്രയാണ്? 4. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോ? 4 വരുമ്പോഴുള്ള കോഎഫിഷ്യൻസ് ഓർത്തു വെക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് പാസ്കൽസ് ട്രയാങ്കിൾ ഓർമ്മയുണ്ട് അല്ലേ? 1, 2 അറ്റത്തും 1 വരും. ഇനി അടുത്ത ലൈൻ എഴുതുമ്പോൾ 2 അറ്റത്തും 1, 1ഉം 1ഉം ആഡ് ചെയ്താൽ കിട്ടുന്ന നമ്പറാണ് നടുവിൽ എഴുതേണ്ടത്. 1 2 1 1 1 1ഉം 2ഉം ആഡ് ചെയ്താൽ 3, 2ഉം 1ഉം ആഡ് ചെയ്താൽ 3 1 3 3 1. ഇനി 4 വരുമ്പോഴുള്ള കോഎഫിഷ്യൻസ് മക്കളെ ഓർത്ത് വെച്ചോ. 1 1ഉം 3ഉം 4 3ഉം 3ഉം 6 4 1. ഈ നമ്പേഴ്സ് നിങ്ങൾ ഓർത്ത് വെക്കണം. 1 4 6 4 1. ഇതാണ് 4 ആണ് പവർ എങ്കിൽ ഇൻഡെക്സ് 4 ആകുമ്പോഴുള്ള കോഎഫിഷ്യൻസ്. സോ നമുക്ക് എഴുതാം 1 4 6 4 1. ഇതാണ് നമ്മളുടെ കോഎഫിഷ്യൻസ്. ഇനി നടുവിൽ പ്ലസ് ആണെങ്കിൽ എല്ലാവരുടെ മുന്നിലും പ്ലസ് വരും എന്ന് നമുക്കറിയാം. ശരിയല്ലേ? സിമ്പിൾ ആണ്. നോക്കിക്കോ, ആദ്യത്തെ ആളുടെ പവർ x² ഹോൾ റേസ് ടു ഇവിടെയുള്ള നമ്പർ 4. ദെൻ x² ഹോൾ റേസ് ടു 3 പവർ. ഫസ്റ്റത്തെ ആളുടെ പവർ എന്താ ചെയ്യുക? കുറഞ്ഞു വരിക ചെയ്യുക. x² ഹോൾ റേസ് ടു 2 x² ഹോൾ റേസ് ടു 1 ലാസ്റ്റ് x² ഹോൾ റേസ് ടു 0. ആദ്യത്തെ ആളുടെ പവർ കുറഞ്ഞു 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 വരും. രണ്ടാമത്തെ ആളുടെ പവർ 3/x. ആദ്യത്തേതിന്റെ കൂടെ പവർ 0, രണ്ടാമത്തേതിലേക്ക് വരുമ്പോൾ പവർ 1 ആകും. ദെൻ പവർ എന്താകും? പവർ 2 ആകും. വീണ്ടും പവർ കൂടും 3. നെക്സ്റ്റ് വീണ്ടും പവർ കൂടും 3/x ഹോൾ റേസ് ടു 4. സിമ്പിൾ ആയിട്ട് ആദ്യത്തെ ആളുടെ പവർ കുറയും, രണ്ടാമത്തെ ആളുടേത് കൂടും. 0 4ലേക്ക് 4 0ലേക്ക്. ഓക്കെ ആണല്ലോ? ആദ്യത്തേത് കുറയും 4 0ലേക്ക്, രണ്ടാമത്തേത് 0 4ലേക്ക്. അപ്പൊ നമുക്ക് എഴുതി നോക്കാം. = 1 എന്ന് പറയുന്നത് മക്കൾക്കറിയാം. 1 എന്ന് പറയുന്നതും 3/x ഹോൾ റേസ് ടു 0 അതും 1 ആണ്. അത് എഴുതേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇനി x² ഹോൾ റേസ് ടു 4. x² ഹോൾ റേസ് ടു 4 2 × 4 8. ദാറ്റ് ഈസ് x റേസ് ടു 8 പ്ലസ് 4 ഇൻറ്റു, ശ്രദ്ധിച്ചോ, x² ഹോൾ റേസ് ടു 3 എന്ന് പറഞ്ഞാൽ x റേസ് ടു 2 × 3 6 ഇൻറ്റു 3/x ഇൻറ്റു 3/x. ഓക്കെ, 3/x ഹോൾ റേസ് ടു 1 എന്ന് പറഞ്ഞാൽ ആ നമ്പർ എന്ന് എഴുതാം. പ്ലസ് 6 ഇൻറ്റു x² ഹോൾ റേസ് ടു 2 ദാറ്റ് ഈസ് x റേസ് ടു 4 ഇൻറ്റു 3/x-ന്റെ സ്ക്വയർ. മക്കൾ നോക്കിക്കേ, 3/x-ന്റെ സ്ക്വയർ ദാറ്റ് ഈസ് 3², 3ന്റെ സ്ക്വയർ ബൈ x-ന്റെ സ്ക്വയർ, 3² പ്ലസ് 4 ഇൻറ്റു x² റേസ് ടു 1 x² ഇൻറ്റു 3³ 3/x-ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 3³ ഡിവൈഡഡ് ബൈ x³, 3³ ഡിവൈഡഡ് ബൈ x³. ഓക്കെ, പ്ലസ് ഇവിടെ നോക്ക് x² റേസ് ടു 0 അതെന്താകും? പവർ 0 ആണെങ്കിൽ 1 ആണ്, അത് 1 ആയിപ്പോ. ബാക്കി എന്താ ഉള്ളത്? 3/x ഹോൾ റേസ് ടു 4. 3/x ഹോൾ റേസ് ടു 4 എന്ന് പറഞ്ഞാൽ 3 റേസ് ടു 4 ഡിവൈഡഡ് ബൈ x റേസ് ടു 4. ഓക്കെ, നമ്മളിതാ ഫൈനൽ ആൻസറിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു.
എല്ലാവരും ശ്രദ്ധിച്ചോ. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു 8 പ്ലസ് 4 ഇൻറ്റു 3. 4ഉം 3യും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 12. ശരിയല്ലേ? ഇനി ഇവിടെ നോക്ക്, ഇവിടെ മുകളിൽ എക്സ് റേസ് ടു 6 ഉണ്ട്, താഴെ എക്സ് റേസ് ടു 1 ഉണ്ട്. അപ്പൊ 6 1 കുറയ്ക്കുക. എക്സ് മുകളിലുള്ളതാണ് വലിയ പവർ. സോ എക്സ് റേസ് ടു 6 മൈനസ് 1. എക്സ് റേസ് ടു 6 മൈനസ് 1 ചെയ്ത എത്രടാ? 5. 12 എക്സ് റേസ് ടു 5. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? പ്ലസ് മക്കളെ നോക്കിക്കോ, 3 സ്ക്വയർ. 3ന്റെ സ്ക്വയർ എത്രയാ? 3ന്റെ സ്ക്വയർ നിങ്ങൾക്കറിയാം. 3ന്റെ സ്ക്വയർ 9. 6 ഇൻറ്റു 9 54. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9. 6 ഇൻറ്റു 9 54. 54. നെക്സ്റ്റ് നോക്ക്, എക്സ് റേസ് ടു 4. ഇവിടെ എക്സ് സ്ക്വയർ. വലിയ നമ്പർ 4 ആണ്. 4ന്ന് 2 കുറച്ചാൽ എത്രയാ? 4ന്ന് 2 കുറച്ചാൽ 2. സോ എക്സ് സ്ക്വയർ. ഓക്കെ, എക്സ് സ്ക്വയർ പ്ലസ് അടുത്തത് 3 ക്യൂബ്. ഈ നമ്പർ ഏതാ? 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 3 9. 9 ഇൻറ്റു 3 27. 4 ഇൻറ്റു 27. മക്കൾ മനസ്സിലാക്കുക, 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 27. 4 ഇൻറ്റു 3 ക്യൂബ് 4 ഇൻറ്റു 27 ചെയ്ത് കഴിഞ്ഞാൽ 108. ഓക്കെ, 108. ഇവിടെ നോക്ക്, മുകളിൽ എക്സ് സ്ക്വയർ ഉണ്ട്, താഴെ എക്സ് ക്യൂബ് ഉണ്ട്. താഴെ ഉള്ളതല്ലേ വലിയ പവർ? ശരിയല്ലേ? താഴെ ഉള്ളതാണ് വലിയ പവർ. താഴെയാണ്, അതുകൊണ്ട് എക്സ് വരിക. 3യിൽ നിന്ന് 2 കുറച്ചാൽ 1. സോ 108 ഡിവൈഡഡ് ബൈ എക്സ്. ഓക്കെ ആണോ? 108 ഡിവൈഡഡ് ബൈ എക്സ്. ഒന്നുകിൽ നിങ്ങൾക്ക് അങ്ങനെ എഴുതാം, അതല്ലെങ്കിൽ ഒരു മെത്തേഡ് കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്ക്, ഇവിടെ എക്സ് റേസ് ടു ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. മുകളിലുള്ള നമ്പറിന് താഴെയുള്ള നമ്പർ കുറയ്ക്കാം. മുകളിലുള്ളതിന്റെ നമ്പർ 2 ആണ്, താഴെയുള്ള നമ്പർ 3 ആണ്. 2ന്ന് 3 കുറച്ചാൽ -1. എക്സ് റേസ് ടു -1. സെറ്റ് ആണോ? പ്ലസ് ലാസ്റ്റ് നമ്പർ 3 റേസ് ടു 4. 3 റേസ് ടു 4 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 അത്രയാടാ? 27 ഇൻറ്റു 3 81. 81 എക്സ് റേസ് ടു, ഇവിടെ നോക്ക്, താഴെ മാത്രമേ എക്സ് റേസ് ടു 4 ഉള്ളൂ അല്ലേ? താഴെ എക്സ് റേസ് ടു 4 എന്ന് പറഞ്ഞാൽ അതിനെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ എക്സ് റേസ് ടു -4. ഇങ്ങനെ ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ തന്നെ എക്സ് റേസ് ടു 8 പ്ലസ് 12 എക്സ് റേസ് ടു 5 പ്ലസ് 54 എക്സ് സ്ക്വയർ പ്ലസ് 108 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 81 ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 4 ഇങ്ങനെയും എഴുതാം. ഓക്കെ, ഈ 2 രീതിയിൽ ആൻസർ എഴുതിയാലും ശരിയാണ്. അപ്പൊ മനസ്സിലാക്കുക, ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 4 എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇൻറ്റു എക്സ് റേസ് ടു -4 എന്നും പറയാം. രണ്ടും സെയിം ആണ് എന്ന് എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക. ഇതാണ് നമ്മളുടെ ഫൈനൽ ആൻസർ. അത്യാവശ്യം ചെയ്യാനുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് 98 ഹോൾ റേസ് ടു 5 എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. 98ന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്താം? 100 മൈനസ് 2 ഹോൾ റേസ് ടു 5. 100 മൈനസ് 2 ഹോൾ റേസ് ടു 5. എങ്ങനെ ആൻസറിലേക്ക് പോകാം എന്ന് നമുക്ക് നോക്കാം. 100 മൈനസ് 2 ഹോൾ റേസ് ടു 5. 4 വരുമ്പോൾ കോഎഫിഷ്യൻസ് നമുക്ക് അറിയാം. 1 4 6 4 1 ആണ്. അപ്പോൾ 5 വരുമ്പോഴോ 1 1ഉം 4ഉം 5 4ഉം 6ഉം 10 6ഉം 4ഉം 10 4ഉം 5ഉം 1 1. സോറി, 4ഉം 1ഉം 5 അത് കഴിഞ്ഞ് 1. ഇതല്ലേ കോഎഫിഷ്യൻസ്? യെസ്. അപ്പം നമ്മളിതാ കോഎഫിഷ്യൻസ് ചെയ്യുന്നു. 1 5 10 പിന്നെയോ 10 5 1. ഇതാണ് കോഎഫിഷ്യൻസ്. ആദ്യത്തെ ആളെ നോക്കുക, 100 ആണ്. 100 ഹോൾ റേസ് ടു 5, 100 ഹോൾ റേസ് ടു 4, then 100 ഹോൾ റേസ് ടു 3, 100 ഹോൾ റേസ് ടു 2, 100 ഹോൾ റേസ് ടു 1, 100 ഹോൾ റേസ് ടു 0. ആദ്യത്തെ ആളുടെ പവർ എന്താ സംഭവിക്കുക?
കൂടുകയാണോ? അല്ല, കുറഞ്ഞു വരും. 5 തുടങ്ങി 0ലേക്ക്. രണ്ടാമത്തെ ആളാരാ? 2 ആണ്. രണ്ടാമത്തെ ആളുടെ പവർ കുറയും ആണോ? അല്ല, കൂടും. 2^1, 2^2, 2^3, 2^4, 2^5. ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ മൈനസ് ആണ്. നടുവിലുള്ള ചിഹ്നം മൈനസ് ആണെങ്കിൽ ആൾട്ടർനേറ്റ് ആയിട്ട് മൈനസ് പ്ലസ്, മൈനസ് പ്ലസ്, മൈനസ്. ഓക്കെ, നോക്കിക്കോ നോക്കിക്കോ നോക്കിക്കോ. ഇവിടെ 6 ടേംസ് ഉണ്ട്. ആദ്യത്തെ ടേം പോസിറ്റീവ്, രണ്ടാമത്തേത് നെഗറ്റീവ്. പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്. ഒന്നിടവിട്ട് പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ വരും. മൈനസ് പ്ലസ്, മൈനസ് പ്ലസ്, മൈനസ്. ഓക്കെ ആണോ? ഇതാണ് ടെക്നിക്ക്. പ്ലസ് ആണെങ്കിൽ എല്ലാവർക്കും നിരത്തി പ്ലസ് ഇട്ട് കൊടുക്കുക. മൈനസ് ആണെങ്കിൽ ഒന്നിടവിട്ട് മൈനസ് പ്ലസ് കൊടുക്കുക. അപ്പോൾ നമ്മളിതാ ആൻസറിലേക്ക് പോകാൻ പോവാണ്. 1 × 100^5. 100^5 അതൊരു അടിപൊളി നമ്പർ അല്ലേടാ. 100^5 എന്ന് പറഞ്ഞാൽ 1ഉം 5 5ആണോ? 10 പൂജ്യം ഉണ്ടാവും. 2, 4, 6, 8, 10. ഓക്കെ, 2, 4, 6, 8, 10. ഓക്കെ, മൈനസ് 5 × 2. 5 × 2^1. അത്രേടാ? 5, 2, 10. 5, 2, 10. ഓക്കെ, മൈനസ് ഇത് ചെയ്യുമ്പോൾ 10. 10 × മക്കളെല്ലാവരും ഈ കാര്യം ശ്രദ്ധിക്കണം. 10 × 100^4. 100^4 എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7, 8. 8 പൂജ്യം വരും. എത്ര പൂജ്യം വരും? 8 പൂജ്യം വരും. Then 10 × 2 സ്ക്വയർ. 2ന്റെ സ്ക്വയർ 4, 4 × 10 40. ഇനി 100 ക്യൂബ്. 100 ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്ര സീറോ വരും? 2, 4, 6 പൂജ്യം. 6 പൂജ്യം വരും. മൈനസ് 10 × 2 ക്യൂബ്. 2ന്റെ ക്യൂബ് 8, 8 × 10 80. 100ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2, 4 10,000. 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 പൂജ്യം ഇടാം. പ്ലസ് 5 × 2^4. 2^4 16. 2^4 എന്ന് പറഞ്ഞാൽ 16. 16 × 5. 16 × 5 ചെയ്താൽ 80. 16 × 5 ചെയ്താൽ 80 × 100 8000. മൈനസ് 1 × 100^0. 100^0 എത്രയാടാ? അതും 0 തന്നെയാണ് അല്ലേ? 100^0 പറഞ്ഞാൽ 0 അല്ല, 1 ആണ്. 2^5 മാത്രം നോക്കിക്കോ. ദാറ്റ് ഈസ് 32. 32. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കിട്ടും. ജസ്റ്റ് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കിയാൽ മതി. ഓക്കെ, ഇത് കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ ബൈനോമിയൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചു. വിച്ച് ഈസ് ലാർജർ? 1.01. ഇതിന്റെ ഫൈനൽ ആൻസർ എത്രയാണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഈ വീഡിയോന്റെ എൻഡിൽ ഈ വാല്യൂ എത്രയാണെന്ന് സ്വന്തമായിട്ടൊന്ന് കണ്ടുപിടിക്കുക, എന്നിട്ട് കമന്റ് ചെയ്യാം. വിച്ച് ഈസ് ലാർജർ? 1.01 ഹോൾ റേസ് ടു 10,000 ഓർ 10,000. ഇതിലേതാണ് വലുത് എന്നുള്ളതാണ് ചോദ്യം. ഇതിന് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഐഡന്റിറ്റി എന്ന് പറയുന്നത് 1 + x ഹോൾ റേസ് ടു n എന്ന് പറയുന്നത് മക്കളെ പഠിച്ചു വെച്ചോ. nc0 പ്ലസ് nc1 എക്സിന്റെ മുകളിൽ ആ പവർ കൊടുക്കുക, താഴെ നമ്പർ nc2 x റേസ് ടു 2 nc3 x റേസ് ടു 3 പ്ലസ് എക്സെട്ര പ്ലസ് ncn x റേസ് ടു n. ഇതാണ് 1 + x ഹോൾ റേസ് ടു n എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. അപ്പം നമ്മൾ നോക്കുക, നമുക്ക് കാണേണ്ടത് 1 + 0.01 ഹോൾ റേസ് ടു ഏതാ നമ്പർ? 1 0 0 0 0 0 0. അതായത്
1 പ്ലസ് 0.01 ഹോൾ റേസ് ടു 10,000 അല്ല 10 lakh ആണത്. ശരിയല്ലേ? 2 4 6 0 6 0 എന്ന് പറഞ്ഞാൽ 10 lakhs ആണ്, 1 million. ഈ വാല്യൂ എങ്ങനെ കാണാം? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 4 6 സി 0 പ്ലസ് 2 4 6 സി 1 ഇൻറ്റു ഇത്രയാ നമ്പർ 0.01 ഇത്രയും എക്സ്, ഇത് ഹോൾ റേസ് ടു 1. ശരിയല്ലേ? പ്ലസ് 2 4 6 സി 2 ഇൻറ്റു 0.01 ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര. കുറേ എണ്ണം ഉണ്ടാവും, എല്ലാം എഴുതാനൊന്നും പോകണ്ട, എല്ലാം എഴുതാൻ പോയാൽ തീരൂല. അപ്പൊ ലാസ്റ്റ് ടേം 0.01 ഹോൾ റേസ് ടു ഈ മുകളിലുള്ള പവർ 2 4 6. ഇതാണ് ഇതിന്റെ എക്സ്പാൻഷൻ. മക്കളെ, നിങ്ങൾ ആകെ മനസ്സിലാക്കേണ്ട കാര്യം എക്സ് എന്നുള്ളതിന് പകരമാണ് ഈ നമ്പർ. എക്സ് എന്നുള്ളതിന് പകരമാണ് ഈ നമ്പർ. ഇവിടെ നമുക്ക് ഇവിടെ എക്സ് വരുന്നതിന് പകരം ഈ നമ്പർ കൊടുക്കുക. NC0 നിങ്ങൾ പഠിച്ചു വെക്കുക. NC0 എന്ന് പറയുന്നതും NCN എന്ന് പറയുന്നതും എത്രയാണ്? 1 ആണ്. NC0 എന്ന് പറയുന്നതും NCN എന്ന് പറയുന്നതും 1 ആണ്. അതുപോലെ NC1 എന്ന് പറയുന്നത് N തന്നെയാണ്. NC1 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? N തന്നെയാണ്. ഈ കാര്യം പഠിച്ചു വെക്കണം. NC0 NCN വാല്യൂ 1 ആണ്. അപ്പോൾ 10 lakh C0 എന്ന് പറയുന്നത് 1 ആണ്. 1 പ്ലസ് 10 lakh C1 ദാറ്റ് ഈസ് 10 lakh 2 4 6 ഇൻറ്റു 0.01 ഹോൾ റേസ് ടു 1 എന്ന് പറയുന്നത്, എടാ ആലോചിച്ച് നോക്കണേ, ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഈ നമ്പർ തന്നെയാണ്. ഓക്കെ, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ആ നമ്പർ തന്നെയാണ്. C1 വന്നു കഴിഞ്ഞാൽ ആ നമ്പർ തന്നെ ഇൻറ്റു 0.01 അതിനെങ്ങനെ എഴുതാം? 1/100 പ്ലസ് എക്സെട്ര. എല്ലാം എഴുതാൻ പോണ്ട, നോക്കിക്കോ. ദാറ്റ് ഈസ് 1 പ്ലസ് 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10,000. ശരിയല്ലേ? 10,000 പ്ലസ് എക്സെട്ര. എടാ ആലോചിച്ച് നോക്ക്, ഈ നമ്പറിൽ ഏതാണ് ലാർജർ എന്നുള്ളതാണ് നമ്മളോടുള്ള ചോദ്യം. ഇതാണോ ഇതാണോ? 1ഉം 10,000ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ തന്നെ ദിസ് ഈസ് 10,001. ഇതെന്താണ്? ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ 10,000 അല്ലേ? ഇതിലെ ആദ്യത്തെ 2 ടേംസ് കൂട്ടുമ്പോൾ തന്നെ 10,000-നേക്കാൾ വലിയ നമ്പർ നമുക്ക് കിട്ടുന്നുണ്ട്. ആദ്യത്തെ 2 ടേംസ് കൂട്ടുമ്പോൾ തന്നെ 10,000-നേക്കാൾ വലിയ നമ്പർ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരാണ് വലുത്? 1.01 ഹോൾ റേസ് ടു 10 lakh അതാണ് വലുത്. സോ നമുക്ക് എന്ത് ചെയ്ത് വെക്കാം? 1.01 ഹോൾ റേസ് ടു 10 lakh ഈസ് ലാർജർ ദാൻ 10,000. ഓക്കെ, ആൻസർ വളരെ സിമ്പിൾ ആയിട്ട് എഴുതാം. ഇനി ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിച്ചോ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടെങ്കിൽ ഡിവിസിബിൾ ബൈ 64 എന്ന് പറയുകയാണെങ്കിൽ അതിനെ നമുക്ക് ഏത് ഫോമിലേക്ക് കൊണ്ടുവരണം? 64m. 64ന്റെ മൾട്ടിപ്പിൾ 64 ഇൻറ്റു ഒരു നമ്പർ. എം എന്ന് പറയുന്നത് എന്താണ്? ഒരു നാച്ചുറൽ നമ്പർ ആണ്. എം നാച്ചുറൽ നമ്പർ. ഈ ഫോമിലേക്ക് നമുക്ക് ഇതിനെ കൊണ്ടുവരണം. അതിന് നമ്മൾ തുടങ്ങേണ്ടത് ഇതിനെ 9n+1 ഇല്ലേ, അതിനെ നമുക്ക് 1 + 8 ഹോൾ റേസ് ടു n+1. ഓക്കെ, 1 + x, എക്സിന് പകരം 8 ആ ഫോമിലേക്ക് കൊണ്ടുവരാം. അപ്പം നമുക്ക് എന്ത് എഴുതാം? n+1 C0 പ്ലസ് n+1 C1 into 8 plus n+1 C2 into 8 square x എന്ന് കാണുന്നതിന് പകരം 8 അങ്ങോട്ട് കൊടുക്കുക. ഇത് ചെയ്യാണല്ലോ. ഇവിടെ നിങ്ങൾ നോക്ക്, 1 + x ഹോൾ റേസ് ടു n വരുമ്പോൾ NC0 NC1x NC2x സ്ക്വയർ NC3x³ എന്ന് എഴുതുന്നില്ലേ? അതേപോലെ ഇവിടെ n-ന് പകരം n+1 ആകുമ്പോൾ n+1 C0 n+1 C1 into x, x-ന് പകരം 8. കണ്ടോ ലോജിക്ക്? n+1 C2 into 8 സ്ക്വയർ പ്ലസ് n+1 C3 into 8³ പ്ലസ് എക്സെട്ര
8 raised to n plus 1. ലാസ്റ്റ് ടേം എന്ന് പറയുന്നതിൽ n plus 1 cn plus 1 അത് 1 തന്നെയാണ്, അതുകൊണ്ട് എഴുതേണ്ട ആവശ്യമില്ല. 8 raised to n plus 1. ഓക്കെ, ഈ വാല്യൂ അതുപോലെ n plus 1 c0 എന്ന് പറയുന്നത് 1 എന്ന് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു n plus 1 c0 1. n plus 1 c1 എന്താടാ, ഇതിന്റെ വാല്യൂ എത്രയാ? n plus 1 c1. ഇവിടെ 1 വരുന്ന സമയത്ത് n plus 1 തന്നെ. n plus 1 into 8 പ്ലസ്, ഇനി ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ടുള്ള ടേമിലൊക്കെ 8 സ്ക്വയർ 8 ക്യൂബ്, അതായത് 8 സ്ക്വയറിനേക്കാൾ വലിയ പവേഴ്സ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ 8 സ്ക്വയറിനെ മക്കളെ നോക്കിക്കേ, ഇനിയുള്ള ടേംസ് നോക്കുക. 8ന്റെ ഈ സ്ക്വയർ എന്ന് പറയുന്ന ടേം ഉണ്ടല്ലോ, അതിനെ ഞാൻ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാൻ പോവാം. കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുന്നു. പ്ലസ് 8 സ്ക്വയർ ഇൻറ്റു, എല്ലാവരും ശ്രദ്ധിച്ചോ, ഇവിടെ ആരുണ്ട്? n plus 1 c2 പ്ലസ് 8 ക്യൂബിൽ നിന്ന് 8 സ്ക്വയർ പുറത്തേക്ക് എടുത്താൽ ആരുണ്ടാകും? 8 ക്യൂബിൽ നിന്ന് 8 സ്ക്വയർ പുറത്തേക്ക് എടുത്താൽ ആലോചിച്ച് നോക്ക്. സ്ക്വയർ പുറത്തേക്ക് എടുക്കുമ്പോൾ പവർ 3യിൽ നിന്ന് 2 അങ്ങ് കുറച്ചാൽ മതി. ഇവിടുന്ന് 2-നല്ലേ പുറത്തേക്ക് എടുക്കുന്നത്, അപ്പൊ 3ൽ നിന്ന് 2 കുറച്ചാൽ 1. n plus 1 c3 into 8 പ്ലസ് എക്സെട്രാ. ലാസ്റ്റ് ടേം 8 raised to n plus 1 ആണ് നമ്മളുടെ പവർ. അതിൽ നിന്ന് 8 സ്ക്വയർ പുറത്തേക്ക് എടുക്കുമ്പോൾ ഒരു 2 കുറയ്ക്കണം. ഓക്കെ, ഇങ്ങനെ എഴുതിയാൽ മതി. എല്ലാത്തിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതൊക്കെ ഇവിടെ 8 ക്യൂബ് ആയിരുന്നു, പക്ഷേ എന്ത് ചെയ്തു? 2 പുറത്തേക്ക് എടുത്തപ്പോൾ 8 raised to 1 ആണ് ഇവിടെ ഉണ്ടാവുക ബാക്കി. അതാണ് ഐഡിയ. ഇനി ഈ ബ്രാക്കറ്റിലുള്ള നമ്പർ എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ബ്രാക്കറ്റിലുള്ള നമ്പേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? m കിട്ടും എന്നാണ് വിചാരിക്കുക. എന്താണ്? ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ m കിട്ടും. 1 പ്ലസ് 8 into n 8n പ്ലസ് 8 into n 8n പ്ലസ് 8 into 1 8 പ്ലസ് 8 സ്ക്വയർ 64 m, where m belongs to n. m എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് 9 raised to n plus 1 എന്ന് പറയുന്നത് 1 plus 8 9 പ്ലസ് 8n പ്ലസ് 64 m. സെറ്റ് ആണോ? എങ്ങനെയാ 9 വന്നത്? 1ഉം 8ഉം കൂടെ ആഡ് ചെയ്തപ്പോ 9 പ്ലസ് 8n പ്ലസ് 64 m. എല്ലാവരും ശ്രദ്ധിച്ചോ, 9 raised to n plus 1ന്റെ സൈഡിലേക്ക് 8n വരുമ്പോൾ മൈനസ് 8n, 9 ഈ സൈഡിലേക്ക് വരുമ്പോൾ മൈനസ് 9, ദാറ്റ് ഈസ് ഈക്വൽ ടു 64 m. 64 m എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 64, വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 64 കൊണ്ട് ഡിവിസിബിൾ ആണ് എന്ന് നമുക്ക് കിട്ടും. സെറ്റായിട്ട് ആ ആൻസറിലേക്ക് നമുക്ക് വരാൻ പറ്റും. ഇനി എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ, സോൾവ് ദ ഇനിക്വാലിറ്റീസ് ഫോർ റിയൽ എക്സ്. എക്സിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഈ ലീനിയർ ഇനിക്വാലിറ്റീസിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. നമ്മൾ തുടങ്ങേണ്ടത് ഇവിടെ നോക്ക്, ഇവിടെ 2 ആളുണ്ട്, 2 ഫ്രാക്ഷൻസ്. ഓക്കെ, അത് വെച്ചിട്ട് തുടങ്ങാം. ഓക്കെ, ഇവിടെ 2 എണ്ണം ഉണ്ട്, അത് വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യണം. ഇത് കുറയ്ക്കാൻ എന്താ ചെയ്യേണ്ടത്? 5 into 3x minus 2 മൈനസ്, നടുവിൽ മൈനസ് ഉണ്ട്, 4 into 2 minus x ഡിവൈഡഡ് ബൈ 4ഉം 5ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, 4 into 5. ഓക്കെ, എന്നിട്ട് ഇപ്പുറത്തുള്ള ആൾ ചെയ്താൽ 2x minus 1 ഡിവൈഡഡ് ബൈ 3. ഓക്കെ, ഫ്രാക്ഷൻ കുറയ്ക്കുന്ന സാധാ മെത്തേഡ് തന്നെ. ഇനി എല്ലാവരും ശ്രദ്ധിച്ചോ, 5 into 3x 15x, 5 into 2 10 മൈനസ് 4 into 2 8, 4 into x 4x ഡിവൈഡഡ് ബൈ 4 into 5 20. ശരിയല്ലേ? 2x minus 1 divided by 3 greater than or equal to. ഇനി മക്കൾ നോക്കിക്കേ, 15x ആണ് ഇവിടെ ഉള്ളത്, മൈനസ് 10. നോക്കിക്കോ, എല്ലാവരും നോക്കിക്കോ, 15x മൈനസ് 10. ഇനി ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റിന്റെ പുറത്ത് മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് 8 മൈനസ് 4x എന്താകും? പ്ലസ് 4x ഹോൾ ഡിവൈഡഡ് ബൈ 20. That is greater than or, ഇത് less than or equal to 2x minus 1 divided by 3. 2x minus 1 divided by 3. ഇനി
ആൻസറിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു. 2x മൈനസ് 1 ഡിവൈഡ് ബൈ 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 15x മക്കൾ ആലോചിച്ച് നോക്ക്. 15x 4x കൂട്ടിയാൽ എത്രയാ? 15x 4x കൂട്ടിയാൽ 19x. മൈനസ് 10 മൈനസ് 8 മൈനസ് 18 ഹോൾ ഡിവൈഡ് ബൈ 20. ഹോൾ ഡിവൈഡ് ബൈ 20 കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 20 ഇൻറ്റു 2x മൈനസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ഇൻറ്റു 19x മൈനസ് 18. 20 into 2x, that is 40x, minus 20 into 1, 20. 40x minus 20, that is greater than or equal to 3 into 19x. 3 into 19x എന്ന് പറയുന്നത് 57x minus 3 into 18. 3 into 18 എന്ന് പറയുന്നത് 54. Okay, 54. അപ്പോൾ നമ്മളിതാ ആൻസറിലേക്ക് പോകാനായിട്ട് എല്ലാവരും ചോദിച്ചോ. 40x അതിൻ്റെ അടുത്തേക്ക് 57x വരുമ്പോൾ മൈനസ് 57x, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, മക്കളെ ശ്രദ്ധിച്ചോ, മൈനസ് 54. ഇപ്പുറത്ത് ആരുള്ളത്? മൈനസ് 54. ഇപ്പുറത്തുള്ള എല്ലാവരും ശ്രദ്ധിച്ചോ, ഈ മൈനസ് 20 ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ അതെന്താകും? പ്ലസ് 20 ഇതാകും. പ്ലസ് 20. 50x നിന്ന് 57x കുറച്ചാൽ എത്ര കിട്ടുക? 50x നിന്ന് 57x കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും മൈനസ് 17x. എത്രയാണ്? മൈനസ് 17x. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് 54 20 ആഡ് ചെയ്യുന്നു. 20 മൈനസ് 54, ദാറ്റ് ഈസ് മൈനസ് 34. രണ്ട് സൈഡിലും മൈനസ് ഉണ്ട്. എക്സിന്റെ കൂടെ മൈനസ് പാടില്ല. നമുക്ക് എക്സ് കാണണമെങ്കിൽ സൈൻ എന്താകും? റിവേഴ്സ് ചെയ്യും അല്ലേ? മൈനസ് 34 ഡിവൈഡഡ് ബൈ മൈനസ് 17. നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് സൈൻ റിവേഴ്സ് ചെയ്യും. സോ എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് മൈനസ് 34 ഡിവൈഡ് ബൈ മൈനസ് 17, ദാറ്റ് ഈസ് ഈക്വൽ ടു 2. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഇനി ഇതിന്റെ സൊല്യൂഷൻ എഴുതാൻ പറഞ്ഞാൽ എക്സ് ബിലോങ്സ് ടു എവിടെയാണോ ഉണ്ടാവുക? ഓപ്പൺ ഇൻഫിനിറ്റി ക്ലോസ്ഡ് 2. ശരിയല്ലേ? എക്സ് ഓപ്പൺ ഇൻഫിനിറ്റി ആണോ? അല്ല, മൈനസ് ഇൻഫിനിറ്റി ക്ലോസ്ഡ് 2. അതാണ് നമ്മളുടെ സൊല്യൂഷൻ സെറ്റ്. ഇനി ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ ഇതിന്റെ ഗ്രാഫ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വരയ്ക്കാം. ഇവിടെ മൈനസ് ഇൻഫിനിറ്റി, ഇവിടെ ഇൻഫിനിറ്റി, 0, 2. എവിടെ മുതൽ എവിടെ വരെ എടുക്കുന്നത്? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പൊ 2ൽ ഡോട്ട്, എന്നിട്ട് മൈനസ് ഇൻഫിനിറ്റിയിലേക്കാണ് എക്സ് എടുക്കുന്ന വാല്യൂ. എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻഫിനിറ്റി ക്ലോസ് ടു 2. സെറ്റ് ആണല്ലോ. ഈ രീതിയിലാണ് നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ചെയ്യുക. ഇനി ഡബിൾ ഇനിക്വാലിറ്റി വരുന്ന ഈ മോഡലിലുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ എങ്ങനെ ചെയ്യാം? നോക്കിക്കോ, ഇവിടെ ഡിവൈഡഡ് ബൈ 2 ഉണ്ട്. ഈ ഡിവൈഡ് ബൈ 2 വരുമ്പോൾ ക്രോസ് ആയിട്ട് എല്ലാവരെയും 2 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 7 into 2 14 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3x പ്ലസ് 11 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 into 11 22. എന്താ ചെയ്തത്? താഴെയുള്ള 2 ഒഴിവാക്കാൻ വേണ്ടി ബാക്കിയുള്ള രണ്ടുപേരെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ശ്രദ്ധിച്ചോ, 14 ഇവിടെ പ്ലസ് 11 ഉണ്ട്, ആ 11 അങ്ങ് ഒഴിവാക്കണം. 14 11 കുറച്ചു, 3x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 22 എന്നും 11 കുറച്ചു. സെറ്റാണ്, രണ്ട് സൈഡിൽ നിന്നും 11 കുറച്ചു. അപ്പം നമുക്ക് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3x ലെസ് ദാൻ ഓർ ഈക്വൽ ടു എത്രയാണ്? 11. ശരിയല്ലേ? 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 11. ഇനി എല്ലാവരെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3xനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3xനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3x ഡിവൈഡ് ബൈ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 11 ഡിവൈഡ് ബൈ 3. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3xനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 11/3. ഓക്കെ, അതായത് x ബിലോങ്സ് ടു എവിടെയാണ് ഉണ്ടാവുക? 1 മുതൽ 11/3 വരെ. 1 മുതൽ 11/3 വരെ.
അതിനുള്ള ഉള്ളിലുള്ള എല്ലാ വാല്യൂസും, കാരണം എന്താ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം എടുക്കും. സെറ്റായിട്ട് ആൻസറിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ലാസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്തിട്ട് സ്വന്തമായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക, വരച്ചൊക്കെ നോക്കുക. എന്നിട്ട് ഈ സൊല്യൂഷൻ എക്സ് എടുക്കുന്ന വാല്യൂ എവിടെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ എക്സ് ലെസ് ദാൻ ആണോ, അല്ല ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണോ, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ആണോ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണോ, ഏത് നമ്പർ, ആ രീതിയിലേക്ക് ഒരു ഫൈനൽ സൊല്യൂഷൻ കിട്ടുമല്ലോ. ആ സൊല്യൂഷൻ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ് മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് സൈലത്തിൻ്റെ എൻഡ് ഗെയിം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. +1 ഏറ്റവും നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് ഉയർന്ന മാർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഉയർന്ന മാർക്ക് എന്ന് പറയുമ്പോൾ പണ്ട് നമുക്ക് ഫുൾ A+ എന്നുള്ളതായിരുന്നു, ഇപ്പോൾ ഫുൾ A+ അല്ല, അതിൻ്റെ മുകളിൽ ഫുൾ മാർക്ക് എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അപ്പോഴാണ് നമുക്ക് അടുത്ത ഒരു കോഴ്സിലേക്ക് അഡ്മിഷനൊക്കെ കുറെ കൂടെ ഈസി ആവുക. സോ അടിപൊളിയായിട്ട് പഠിക്കുക, എല്ലാ സപ്പോർട്ടായിട്ട് കൂടെ തന്നെ ഉണ്ടാകും. വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.